ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നോ സ്നാക്സ് എന്നോ വിളിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. കുഴിപ്പനിയാരം, അതാണ് ഇതിൻ്റെ തമിഴ്നാട്ടിലെ പേര്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. കുഴിപ്പനിയാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി മാവിൻ്റെ പോലത്തെ ലൂസ് കൺസിസ്റ്റൻസിയും അതേപോലെ തരിതരിപ്പൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ഈ മാവിലേക്ക് ചേർക്കാനായിട്ട് ഒരു താളിപ്പ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ ഒന്ന് വഴഞ്ഞു വന്നതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ കൂട്ട് മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കൊത്തമല്ലി, മുഴുവനായിട്ടുള്ള കുരുമുളകും കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി തനിയെ അരയ്ക്കണവരും ഉണ്ട്, അതല്ലാതെ ബാക്കി വന്ന മാവ് കൊണ്ട് പനിയാരം ഉണ്ടാക്കണവരും ഉണ്ട്. അപ്പോൾ രണ്ടായാലും സ്വാദിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ മാവ് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പത്തൊരു ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുകയാണ്. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഇതിനാവശ്യമില്ല. എന്നിട്ട് ഈ കുഴി 1/4 ഭാഗം നിറയണ പോലെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ മാവ് ഒഴിക്കണ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒഴിച്ചു കഴിഞ്ഞതും തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 3 മുതൽ 4 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോലോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു 80% വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പനിയാരം എടുത്ത് നോക്കുകയാണ്. മേൽഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗവും നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇതിനെ കുറച്ചുകൂടി ഹെൽത്തി ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ പനിയാരത്തിന് എടുത്തിരിക്കുന്ന മാവ് നമ്മൾ ഓൾറെഡി പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ പനിയാരം നന്നായി തന്നെ 2 സൈഡും പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.